ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു സൈസിലുള്ള 4 തക്കാളിയാണ്. അപ്പോൾ ഈ ഒരു തക്കാളി നമ്മൾ കുറച്ചൊരു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്. ഇതും ഒരു 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കൂടുതൽ ടേസ്റ്റ് മുളക് പൊടി ചേർക്കുമ്പോഴാണ്. അഥവാ നിങ്ങളുടെ അടുത്ത് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണിലും കുറവൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. തക്കാളി നല്ല പേസ്റ്റായി വരുന്ന രീതിയിൽ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്ന അതേ അളവ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാം പകുതി അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റവ ചേർത്തതിന് ശേഷം നമ്മൾ അധിക സമയം അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനേ പാടുള്ളൂ. ഒരു 2-3 സെക്കൻഡൊക്കെ നിങ്ങൾ അടിച്ചെടുത്താൽ മതി. റവ നല്ലോണം അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാനേ പാടുള്ളൂ. അപ്പോൾ റവ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ റവ തരിതരിയായിട്ട് തന്നെ ഉണ്ടാവണം, അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ടാവും, റവ അതുപോലെ തന്നെ തരിതരിയായിട്ട് തന്നെ കിടപ്പുണ്ട്. അധികം അരച്ചെടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടുന്ന രീതിയിലാണ് നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടതുണ്ട്, പക്ഷേ ഈ ഒരു സമയം നിങ്ങളിത് ഒഴിക്കരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4-5 കാഷ്നട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഓപ്ഷണലാണ്, നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. മുഴുവനായിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീരകം നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ജീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 കൈപ്പിടിയോളം മല്ലിയില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയൊരു സവാളയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയിലയും സവാളയൊക്കെ എത്രത്തോളം നേരിയതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബാക്കി ഉപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ നേരിയ മാവായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഈ സമയം നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പം നീർദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായ മാവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം കട്ടിയുള്ള മാവ് ആവരുത്. അപ്പോൾ ഈ മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് തവി വെച്ച് ഒഴിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മാവ് പാനിലേക്ക് ഒഴിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഓയിലാക്കി കൊടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ റവയൊക്കെ അടിഭാഗത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇത് പാനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഗ്ലാസ്സിൽ തന്നെ ഇരുന്നാൽ അടിഭാഗത്തായിട്ട് റവയൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഈ ഒരു സമയം പാൻ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. തവി ആകുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. പക്ഷെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നമുക്ക്
കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒഴിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ മാവ് പാനിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പാൻ ഇതുപോലെ ചെരിച്ച് പിടിച്ച് ഒഴിച്ചാൽ നമുക്ക് നല്ല നേരിയതായിട്ടുള്ള ദോശയാക്കി എടുക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓയിലാക്കി കൊടുത്താലാണ് നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഈ ദോശ നന്നായി മൊരിപ്പിച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ദോശ കുറച്ചധിക സമയം മൊരിപ്പിച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ ഒരു ദോശ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയായി കിട്ടും നമുക്ക്. ഇതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യവുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്.